വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. പക്ഷെ ഇതായിരുന്നു ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ. കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ എന്റെ കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ നീ വന്നാലും പോയാലും ഉണ്ടാ 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 ഉണ്ടാ. കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ എന്റെ കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ. മുഴുവൻ പാടും. വാച്ച വച്ചോണ വാച്ചോണ വാച്ച വച്ചോണ വാച്ചോണ വാച്ച വച്ചോണ വാച്ചോണ വാച്ച 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 വാച്ച. നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല. എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല. ഓ ഓ ഓ നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല. എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല. സത്യം 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 സത്യം. വീണ്ടും കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ നീ വന്നാലും പോയാലും ഉണ്ടാ 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 ഉണ്ടാ. ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യാ. ഇതാണ് ഞാൻ ഇവിടെ കണ്ടത്. ഇത്തരം ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഭർത്താവ് ഇത്ര നാള് ജീവിച്ചു എന്ത് തോന്നുന്നു? ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞു സത്യസന്ധമായിട്ട് പറയണം. ബിഗ് ബോസിൽ പോയ ശേഷം നല്ലത് തന്നെയാണ്. മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ഇല്ല, ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലേ, പണ്ടത്തെ പോലെ തന്നെയാണ്. അല്ല, അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നോ? ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഫുഡ് ഉണ്ടാക്കാനും ഞാൻ പാത്രം കഴുകണില്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇവിടെ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതായത് പാത്രം കഴുകുക അങ്ങനത്തെ പരിപാടിയായിരുന്നു. ചേട്ടന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഗെയിം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നോ? കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നല്ലോ. അതും ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഞാൻ കണ്ണാറിന്റെ ഗെയിമിൽ ഞാൻ പൂർണ്ണ സത്യായിരുന്നു. അല്ല, നിങ്ങൾ പറഞ്ഞിട്ടാണോ പോയത്? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. പക്ഷെ ഇതായിരുന്നു ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗെയിം പ്ലാൻ നീ വെറുതെ പറയില്ല. ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സംസാരം അതന്നെ. ഇവര് വിചാരിക്കും ഇത് നീ വെറുതെ പറഞ്ഞു പോണത്. നാളെ മറ്റേ ഗെയിം പ്ലാനോട് കൂടിയിട്ടൊന്നും പറയില്ലട്ടാ. ഒരു ഗെയിം പ്ലാൻ ഇല്ലാതെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ബേസ് എന്റെ സംസാരമാണ്. ആ സംസാരം വെച്ചുകൊണ്ടാണ് എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതാകെ ഒരു ഗെയിമായിട്ട് ഞാൻ അങ്ങനെ. ചേട്ടന്റെ ഒരു സംസാര രീതിയിലും പ്രവൃത്തികളിലൊക്കെ തൃശ്ശൂർക്കാരുടെ ഒരു തെറ്റ് കാണാൻ സാധിക്കുന്നുണ്ടായി. അത് എങ്ങനെയാ അത്തരം കാര്യങ്ങളൊക്കെ? തൃശ്ശൂർക്കാരുടെ മനസ്സിലായില്ലേ? തൃശ്ശൂർക്കാരുടെ ഒരു താളവും. ഞാൻ തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർക്കാരനാണ്. അതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് തൃശ്ശൂരായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളും? തൃശ്ശൂരിൽ ഞാൻ ജനിച്ചു വളർന്നത് ഈ വീട്ടിലാണ് ജനിച്ചത്. ഞാൻ മൂന്നാമതാണ് ജനിച്ചത്. ഞാൻ എന്റെ മൂത്ത ചേട്ടനായിട്ട് വയസ്സ് ഞാൻ പറയുന്നില്ല, 10 വയസ്സിന്റെ ഡിഫറൻസ് ആണ് മൂത്ത ചേട്ടനായിട്ട്. രണ്ടാമതായിട്ട് 8 വയസ്സിന്റെ ഡിഫറൻസ്. ഞാൻ പെണ്ണാവെന്ന് വിചാരിച്ചിട്ട് തെറ്റിയത് ഞാനായതാണ്. അതെ. അപ്പോ ഞാൻ തൃശ്ശൂര് ഈ പൂങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ പൂങ്ങുന്ന എന്റെ എല്ലാമാണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഓരോ വീടുകളും എല്ലാവരുമായിട്ട് നല്ല പരിചയവും കാര്യങ്ങളൊക്കെയാണ്. എന്തുണ്ടെങ്കിലും ഞാൻ ഓടിപ്പോകുന്ന ഒരാളാണ്. അപ്പോ തൃശ്ശൂരായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം, പിന്നെ തിരുവമ്പാടി ആഘോഷ കമ്മിറ്റി അംഗം, ശിവന്റെ അമ്പലത്തിലെ കമ്മിറ്റി അംഗം, അയ്യപ്പ സേവാ സംഘത്തിലെ കൺവീനർ, ജോയിന്റ് സെക്രട്ടറി, അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ പോകുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വാതില് തുറന്നു കിട്ടി. ലാലേട്ടനെ പോലത്തുള്ള വലിയൊരു ലെജൻഡ് എന്നെ പേര് വിളിച്ച് സ്റ്റേജിൽ കയറ്റി എന്നെ കൊണ്ട് എന്റെ ഉണ്ട പാട്ട് പാടിപ്പിച്ചു. ഇതിൽ പരം ഞാൻ ഒരു സാധാരണക്കാരന് വേറെ എന്തെങ്കിലും വേണോ? എല്ലാം നേടിയൊരു സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കയറി 7 ദിവസം കൊണ്ട് എല്ലാവരും പറയുന്നു 100 ദിവസത്തെ പാക്കേജ് കൊടുത്തിട്ടാ വന്നേന്ന് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷം. അമ്മമാരും കേരള ഹൃദയങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അതും ഭയങ്കര സന്തോഷം.